നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ന്യൂസ് കണ്ടില്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ ന്യൂസ് വളരെ നെറ്റലോടുകൂടിയാണ് കാണാം. കാരണം വേറൊന്നുമല്ല, ഈ അടുത്ത സമയങ്ങളിൽ ഇതുപോലെ മലയാളികൾ വിദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ പോയിട്ട് ഇതുപോലുള്ള കേസുകളിൽ പെടുന്നത് വളരെ കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഈ ഒരു കൊലപാതകത്തിന് എന്താണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നാട്ടിൽ നിരോധിച്ചിരിക്കുന്ന ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്പിലൂടെയുള്ള ലൈവ് ഷോ ഉണ്ട്. ആ ലൈവിലൂടെ അവർ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ഗീർവാണങ്ങളായി പോരവിളികളായി അവസാനം നേരിൽ കാണാമെന്ന് പറയുന്ന ആ ഒരു ഇതിലെത്തുകയും അങ്ങനെ നേരിൽ കണ്ടതാണ് കത്തിക്കുത്തിൽ അവസാനിച്ച് കണ്ണൂരുള്ള ഒരാൾ മരണപ്പെടുകയും ചെയ്തു. 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ്. അതോടെ എന്തായി, ഒരാളിൻ്റെ കാര്യം കഥ കഴിഞ്ഞു. പക്ഷെ 4 പേരുടെ കാര്യം അതും കഥ കഴിഞ്ഞതുപോലെ. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഖത്തിന് നഖം, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, അപ്പം കൊലയ്ക്ക് കൊല തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ 4 പേരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു പക്ഷേ വധശിക്ഷയ്ക്കായിരിക്കും അവരെ വിധിക്കപ്പെടുന്നത്. കാരണം ഷാർജ എന്ന് പറയുന്ന സ്ഥലം സൗദി അറേബ്യയെ പോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു നാടാണ്. അവിടെ നിയമലംഘനത്തിന് ഒരു എക്സ്ക്യൂസും ഇല്ല, നോ എക്സ്ക്യൂസ് എന്നാണ്. വളരെ ശക്തമായിട്ടുള്ള നിയമം ഇതിലൂടെ തന്നെയാണ് പോകുന്നത്. അത് മാത്രമല്ല, ഇത് വളരെയധികം ശക്തമായ തെളിവുകളും ഈ കേസുകൾക്കുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പബ്ലിക്കിൽ നടന്ന ഒരു സംഭവമാണ്, റോട്ടിലിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കമൻറ്റുകളിൽ നമുക്ക് കാണാം, ആരും അനുകൂലിച്ചു കൊണ്ടൊരു കമൻ്റ് ഉണ്ടാവില്ല, അതങ്ങനെ ഇടയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ള ലൈവുകൾ ചില സാമൂഹിക പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അത്രത്തോളം എന്താ പറയുക, വൾഗറായിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ലൈവുകൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വരുമ്പോൾ, ഇതുപോലൊരു പ്രശ്നം വരുമ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും വിമർശിക്കുക തന്നെ ചെയ്യും. പിന്നെ അത് കണ്ട് കുറച്ച് വീഡിയോയുടെ റീച്ചും അതല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുതലും ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഒരു പ്രശ്നത്തിൽ, ഇതേപോലുള്ളൊരു പ്രശ്നത്തെ നേരിട്ട് അഭിമുഖീകരിക്കാൻ പോകുന്നതിന് മുമ്പ്, ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുള്ളവരെയൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവർ നിങ്ങളുടെ നാടുകളിലുണ്ട്. നമ്മൾ എന്തിനാണോ ഈ നാട്ടിൽ വന്നത്, നമ്മൾ ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് ഒരു വിസ തരപ്പെടുത്തി നമ്മളിവിടെ എത്തിയത് എന്തിനെന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബം, നമ്മളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ഭാര്യ നമ്മൾ കണ്ട് അതിൻ്റെ പോസിറ്റീവ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ തലമുറകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്ന് ഞാൻ ഒരിക്കലും എങ്ങും പറയാറില്ല. കാരണം സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു ലോകം ഇനിയില്ല. സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് അതേപോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അഡ്വാൻറ്റേജുകളും കുറേ ഉണ്ട്. നമുക്ക് ഈ അടുത്ത സമയങ്ങളിൽ റഹീമിനെ തിരിച്ചു കിട്ടിയത് തന്നെ സോഷ്യൽ മീഡിയയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുപോലുള്ള കുറേ പ്രവർത്തികൾ, സാധുക്കളായിട്ടുള്ള കുറേ പേർക്ക് സോഷ്യൽ മീഡിയ, സാധുക്കളായിട്ടുള്ള കുറേ രോഗികൾക്ക് ഈ സോഷ്യൽ മീഡിയ എന്തായിട്ടുണ്ട്, കൈത്താങ്ങായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തികൾ മുൻപോട്ട് പോകണമെങ്കിൽ ഇനിയും ഇതേപോലെ പല രോഗികളെയും രക്ഷപ്പെടുത്തിയെടുക്കണം. പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും നമുക്ക് തിരിച്ച് കയറ്റി കൊണ്ടുവരണം. അതുപോലെ തന്നെ കുടുങ്ങിക്കിടക്കുന്നവരെ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, മോചിപ്പിക്കണം. നമ്മൾ നേരിട്ടിറങ്ങിയില്ല എങ്കിൽ തന്നെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കുറേ എത്ര കേസുകൾ എല്ലാം അങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഈ രാജ്യത്ത് ഇതുപോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ, ഇനിയിപ്പോൾ സ്വന്തം നാട്ടിലാണെങ്കിൽ തന്നെയും എന്താ നല്ല രീതിയിൽ ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങും ഒരു പ്രശ്നവുമില്ല. ഈ ഒരു ന്യൂസോടുകൂടി നമ്മളൊരു മനസ്സിലാക്കേണ്ട കാര്യമാണ്, 4 പേര് അറസ്റ്റായി, ഒരാൾ മരണപ്പെടുകയും ചെയ്തു. 5 കുടുംബങ്ങളിലെ അത്താണികൾ ഇല്ലാതായിരിക്കുകയാണ്. ഇന്ന് 5 വീടും ആ മരണ വീടിന് സമാനമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ യുവാക്കൾ, പുതുതലമുറകൾ എല്ലാം മനസ്സിലാക്കി ജീവിക്കണം. പല ഗൾഫ് നാടുകളും ഇപ്പോൾ പഴയതുപോലെയല്ല. കുറേ കൂടെയൊക്കെ നമുക്ക് ഫ്രീഡം കിട്ടുന്ന കുറച്ച് നിയമ സംവിധാനങ്ങളിലൂടെ അവർ നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നാൽ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുകയും അവർ ശക്തമായിട്ടുള്ള രീതിയിൽ നടപടിയെടുക്കുകയും ഇതുപോലുള്ള ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫ്രീഡങ്ങൾ കുറയുകയും ചെയ്യും. അപ്പോൾ അത് കാരണം നമ്മൾ എന്തിനാണ് വെറുതെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് അറിയാതെ വീണു പോകുന്നവരുണ്ടാകാം. അനേകം പേരുണ്ട് അങ്ങനെ അറിയാതെയൊക്കെ, ചെറിയ തെറ്റിൻ്റെയൊക്കെ, ഇതിൻ്റെയൊക്കെ പേരിൽ അറിഞ്ഞുകൊണ്ട് വീണു പോകുന്നവരല്ല, അറിയാതെ അങ്ങനെ പറ്റിപ്പോകുന്നവരൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയല്ല. പക്ഷേ ഇതൊന്നും അതിനെ നമ്മൾ ആ ഗണത്തിൽ ഒരിക്കലും കൂട്ടാനൊക്കില്ല. കാരണം അത്രത്തോളം വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഇതോ കാട്ടിയതിൻ്റെ പേരിൽ അങ്ങോട്ട് പോയിട്ട് ഒരാളിനെ അങ്ങോട്ട് കുത്തിക്കൊല്ലൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ
പൊന്നാര മക്കളെ കുടുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് തിരിച്ചൂരി വരാനോ ബാക്കിയുള്ള പ്രശ്നങ്ങളിൽ തിരിച്ച് ആരും ഒരു സഹായം തരാനോ അല്ലെങ്കിൽ തിരിച്ച് വരാനോ പറ്റാത്ത അത്രയ്ക്കും അങ്ങോട്ട് കുടുങ്ങിപ്പോകും. ഇതുപോലുള്ള പ്രവൃത്തികളിൽ ആരും തന്നെ പോയി പെടാതെ പ്രത്യേകം നിങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു. നമസ്കാരം.